നമസ്കാരം. കള്ളപ്പണം വെളുപ്പിക്കൽ നിയമപ്രകാരം സമൻസ് ലഭിച്ചവർ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് മുൻപാകെ നിർബന്ധമായും ഹാജരാകണമെന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ് സുപ്രീം കോടതി. തമിഴ്നാട്ടിലെ അനധികൃത മണൽ ഖനനവുമായി ബന്ധപ്പെട്ട ജില്ലാ കളക്ടർമാരെ ചോദ്യം ചെയ്യുന്നതിൽ നിന്നും തടയാനുള്ള തമിഴ്നാട് സർക്കാരിന്റെ ശ്രമം തള്ളിക്കളഞ്ഞുകൊണ്ടാണ് സുപ്രീം കോടതി ഈ സുപ്രധാന വിധി പ്രസ്താവിച്ചിരിക്കുന്നത്. എല്ലാ സംസ്ഥാന സർക്കാരുകളും PMLA അഥവാ പ്രിവെൻഷൻ ഓഫ് മണി ലോണ്ടറിംഗ് ആക്ട് ഉൾപ്പെടെയുള്ള ഫെഡറൽ നിയമങ്ങൾ പാലിക്കാൻ ബാധ്യസ്ഥരാണ് എന്നുകൂടി സുപ്രീം കോടതി എടുത്തു പറയുന്നുണ്ട്. കള്ളപ്പണം വെളുപ്പിക്കൽ ആരോപണങ്ങളെ എതിർക്കുന്നതിന് പകരം സംസ്ഥാന സർക്കാർ EDയെ സഹായിക്കണമെന്നും അവരുടെ അന്വേഷണത്തോട് സഹകരിക്കണമെന്നും അവർ നോട്ടീസ് അയച്ചാൽ നിർബന്ധമായും അവർക്ക് മുന്നിൽ ഹാജരാവേണ്ടതുണ്ട് എന്നുമാണ് ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. പാർലമെന്റ് ഉണ്ടാക്കിയ നിയമങ്ങൾ പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കാൻ എല്ലാ സംസ്ഥാനങ്ങളുടെയും എക്സിക്യൂട്ടീവ് അധികാരം വിനിയോഗിക്കണമെന്ന് അനുശാസിക്കുന്ന ഇന്ത്യൻ ഭരണഘടനയുടെ 256 അനുച്ഛേദവും സുപ്രീം കോടതിയിലെ ബെഞ്ച് ഉദ്ധരിക്കുകയുണ്ടായി. എന്തായാലും ഈ വിധി തമിഴ്നാട് സർക്കാരിനോടാണ് സുപ്രീം കോടതി പറഞ്ഞതെങ്കിൽ പോലും ഇത് കൊള്ളുന്നത് ദില്ലിയിലുള്ള ആം ആദ്മി സർക്കാരിന് തന്നെയാണ്. കാരണം നിലവിൽ EDയുടെ നോട്ടീസ് ഏറ്റവും അധികം തള്ളിക്കളഞ്ഞ ഒരു റെക്കോർഡ് നേടിക്കൊണ്ടിരിക്കുന്നത് ആം ആദ്മി പാർട്ടിയുടെ അധ്യക്ഷനും ദില്ലി മുഖ്യമന്ത്രിയുമായ അരവിന്ദ് കെജ്രിവാൾ തന്നെയാണ്. തുടർച്ചയായി 8 തവണയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് സമൻസ് അയച്ചിട്ട് പോലും അരവിന്ദ് കെജ്രിവാൾ ഹാജരാവാതിരുന്നത്. എന്തായാലും സുപ്രീം കോടതിയുടെ ഈ ഒരു വിധി വലിയ പ്രാധാന്യമുള്ളതാണ്. ആർക്ക് ED നോട്ടീസ് അയച്ചാലും അവർ സഹകരിക്കേണ്ടതുണ്ട്. EDയുമായി ചോദ്യം ചെയ്യലിന് ഹാജരാവണം എന്ന് തന്നെയാണ് സുപ്രീം കോടതി വ്യക്തമാക്കിയത്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.